ഹായ് ഹലോ നമസ്കാരം. ലിങ്ക്ഫിൻ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഹരിപ്പാടാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് നമ്മളുള്ളത്. ഇന്ന് റീസെൻ്റ്ലി രണ്ട് സൈറ്റിലായിട്ടുള്ള പാരലി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ വന്നിട്ട് കുട്ടനാട്, ഇതിപ്പോൾ ഹരിപ്പാടാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. ഹരിപ്പാട് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ സൈറ്റ് ഉള്ളത്. ഇത് ഓൾമോസ്റ്റ് ഒരു 200 മീറ്റേഴ്സ് അപ്രോക്സിമേറ്റ് വരുന്നൊരു സൈറ്റാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് 2.5 mm 3 ഇഞ്ച് കണ്ണിയകലുള്ള നെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 37.5 ഇഞ്ചാണ്. അതായത് 3 അടിയിൽ കൂടുതൽ സൈസ് ഹൈറ്റ് ഏകദേശം ഒരു 3 അടി 1 ഇഞ്ചോളം നമുക്ക് ഹൈറ്റ് വരുന്നുണ്ട് ഈ ഒരു നെറ്റ്. അതായത് ഇതിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് സ്ക്വയർ ട്യൂബിൽ മുകളിൽ 1/4 ട്യൂബ്സ് എല്ലാം ടാറ്റ സ്ട്രക്ചറുടെ പൈപ്സും ടാറ്റ വയറോണിൻ്റെ ചെയിൻ ലിങ്കുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് മതിലുണ്ട്. അതായത് പഴയ മതിലാണ്, പക്ഷേ അത്യാവശ്യം സ്ട്രോങ് ആണ്. ത്രൂ ഔട്ട് മതിൽ വരുന്നുണ്ട്. ആ ഒരു മതിലിൻ്റെ മുകളിൽ 3 ഫീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളൊരു എൻക്രോച്ച്മെൻറ്റും അതുപോലെ തന്നെ ഇത് ഫ്യൂച്ചറിൽ കുറച്ച് കൺസ്ട്രക്ഷനും അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ള കാറ്റ് ക്ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീപ്പേഴ്സ് കയറ്റി വിടാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയ്യുന്നത്, ഒരു പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിൽ. ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 ഫീറ്റ്, ചില സ്ഥലത്ത് 5 ഫീറ്റ്, ചില സ്ഥലത്ത് 4 ഫീറ്റോളം ഹൈറ്റ് മതിൽ വരുന്നുണ്ട്. അതിന് മുകളിൽ 3 ഫീറ്റ്, എക്സിസ്റ്റിംഗ് മതിൽ നിന്നും 3 ഫീറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മതിൽ അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അകത്തോട്ട് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് നമ്മുടെ ത്രെഡ് റോഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് പുറത്തും അകത്തും പ്ലേറ്റ് വെച്ച് വാഷർ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മുകളിൽ ഓൾറെഡി പൈപ്പ് പോകുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ 200 മീറ്റേഴ്സാണുള്ളത്. നമുക്ക് 2 ദിവസം എടുത്തു നമ്മൾ ടോട്ടലി ഒരു ഫ്രെയിം ആയിട്ട് എടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മൾ വന്നപ്പോൾ ഇലക്ട്രിസിറ്റി സൗകര്യം ഉണ്ടായിരുന്നില്ല. ജനറേറ്റർ ആയിരുന്നു. 2 ദിവസം റൺ ചെയ്തിട്ടാണ് ത്രൂ ഔട്ട് നമുക്ക് മുകളിലോട്ട് ഈ ഒരു പൈപ്പ് വെൽഡ് ചെയ്യുന്ന കാരണം ത്രൂ ഔട്ട് നമ്മൾ ജനറേറ്റർ കൊണ്ട് നടന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് 2 ദിവസം എടുത്തത്. ശരിക്ക് നമ്മൾ നോർമലി മുകളിൽ ഫ്രെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് തീർക്കാവുന്ന ഒരു വർക്കാണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു 140 മീറ്റർ ആണെന്ന് അപ്രോക്സിമേറ്റ് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ അത് നേരെ ഒരു 200 മീറ്റേഴ്സിലോട്ട് മാറി. നമ്മൾ വന്ന് കണ്ടതിന് ശേഷം ഒരു 200 മീറ്റേഴ്സിലോട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വന്നു. ഏതായാലും നമ്മൾ കരുതിയ പോലെ നമ്മൾ അന്നത്തോടെ തന്നെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ക്യൂറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയിൻ ലിങ്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഹൈറ്റിൽ ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഗ്യാപ്സ് വരും മുകളിലും താഴെയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയിൻ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തത്. മുകളിൽ ഫ്രെയിമുള്ള കാരണം നമ്മൾ താഴെയും സെൻറ്ററിലും മാത്രമാണ് പ്ലെയിൻ വയേഴ്സ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കൊടുക്കേണ്ട കാര്യമില്ല, അതിലോട്ട് തന്നെയാണ് ടൈ വരുന്നത്. അതുകൊണ്ട് മുകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് താഴെയും സെൻറ്ററിലും നമ്മൾ 2.5 mm വയേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 200 മീറ്റേഴ്സൊക്കെ ഇതിന് മുകളിൽ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രം ഒരു 2 hours or 3 hours മാക്സിമം മതി. കാരണം അപ്പുറത്തെ നമ്മളെ കുട്ടനാട്ടിലുള്ള സൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2-3 hours നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ വരുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ജെനുവിൻ ടാറ്റയുടെ മെറ്റീരിയൽസ് ആണ്. 1.5 ഇഞ്ചിൻ്റെ ടാറ്റയുടെ സ്ക്വയർ ട്യൂബ്, അതായത് 40x40. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് 40x20 ട്യൂബ്സാണ് മുകളിലോട്ട് നമ്മൾ പോയിട്ടുള്ളത്. അങ്ങനെ അത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിന് മുകളിലത്തെ ഹോൾസ് എല്ലാം കറക്റ്റായിട്ട് ക്ലോസ് ആയിട്ട് പോകും. പിന്നെ കുറച്ചുകൂടി കാണാനും ഭംഗിയാണ്, കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് കിട്ടും നമുക്കിത്. പിന്നെ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് എറണാകുളത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആൾ പോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫസ്റ്റ് ദിവസം വന്നിരുന്നു. പിന്നെ എല്ലാം നമ്മളെ ഏൽപ്പിച്ച് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഇന്നിപ്പോൾ ഇന്ന് വരാനിരുന്നിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 2 or 3 hours അകത്ത് നമുക്ക് ത്രൂ ഔട്ട് ഈ വർക്ക് തീരും. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സും ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയം മെത്തേഡാണ്. ഇത് ആക്ച്വലി ഞാനിവിടെ 3D മെഷറും സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഈ മതിലിന് മുകളിൽ അത് അത്ര സക്സസ്ഫുൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ ലിങ്കിലോട്ട് മാറിയത്. കാരണം മുകളിൽ ഈ ഒരു ഫ്രെയിം കൊടുക്കുന്നതും ഇതുപോലെ തന്നെ ഈ ആങ്കർ ബോൾട്ട് ചെയ്യുന്നതെന്ന് അത്യാവശ്യം ലേബറും അത്യാവശ്യം മെറ്റീരിയൽ കോസ്റ്റ് അത്യാവശ്യം നല്ല എമൗണ്ട് മെറ്റീരിയൽ നമുക്കിതിൽ കൺസ്യൂം ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 3 feet ഹൈറ്റ് ത്രൂ ഔട്ട് ഒരു 3 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഒരിക്കലും നമുക്ക് കോൺക്രീറ്റ് പില്ലേഴ്സിൻ്റെ റേറ്റും നമുക്ക് GI പൈപ്പ്സിൻ്റെയും മുകളിൽ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുള്ള റേറ്റും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് റേറ്റിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് 2 സൈറ്റ് അപ്രോക്സിമേറ്റ് നമ്മൾ ഇന്ന് തീർക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഫ്രണ്ട്സിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ 2 നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ പുതിയൊരു സ്ഥലം കാണുന്നതായിരിക്കും. ബൈ.